ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രാവലിംഗ് ഒക്കെയാണ്. അപ്പോൾ ഒരു സർപ്രൈസിങ് വ്ളോഗാണ് കേട്ടോ. ഒരാളെ സർപ്രൈസ് ചെയ്യിച്ചിട്ട് വരാം നമുക്ക്. അപ്പോൾ അതാരാന്നുള്ളത് അറിയാം. നിങ്ങൾ കുറച്ച് നേരം കൂടി വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 5:15 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ ദോശയായിരുന്നു. അപ്പോൾ ദോശയ്ക്ക് ഇത് ഉരുളൻകിഴങ്ങ് വറുത്തരച്ച കറിയാണ്. സാമ്പാർ പൊടി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഉരുളൻകിഴങ്ങ് ഇങ്ങനെ വറുത്തരച്ച് വെച്ച കറി. അവർ ദോശയൊക്കെ അത് കൂട്ടി കഴിച്ചോളും. അപ്പോൾ രാവിലെ എളുപ്പത്തിന് വേഗം അത് ഉണ്ടാക്കി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് മോളെയൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ വേഗം ഞാൻ കഴിക്കുന്ന വീഡിയോ മാത്രം ജസ്റ്റ് ഒന്ന് എടുത്തതിന് എനിക്ക് ചീത്ത കേട്ടു, വേഗം ടൈം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ തലേദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. കോവക്കായ ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരാളെ സർപ്രൈസ് ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഉണ്ട് എങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഞാൻ കോവക്കായ ഇത്ര കിട്ടിയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പൊട്ടിച്ച കാരണം ഇത്ര കിട്ടിയുള്ളൂ. എന്നാലും ഉള്ളത് മതിയല്ലോ, അതൊരു സന്തോഷമല്ലേ. പിന്നെ ഇതാ പപ്പായ ഉണ്ട്. ഞങ്ങളിവിടെ കൊപ്പക്കായ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ കൊപ്പക്കായും പൊട്ടിച്ചതൊരെണ്ണം കിളി കൊത്തി പോയിട്ടോ, പഴുത്തത്. അപ്പോൾ 3-4 ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിളി കൊത്തി പോയി. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ തലേദിവസം പൊട്ടിച്ച് വെച്ചു. കൊപ്പക്കായ, അതേപോലെ കോവക്കായ, പിന്നെ ചെടിയുടെ കമ്പ് കൊണ്ടുണ്ടായിരുന്നു, വെള്ളച്ചെമ്പരത്തിയുടെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തലേദിവസം പൊട്ടിച്ച് വെച്ചു. അപ്പോൾ അതാ ഞങ്ങളിത് അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ വരണ വഴിയിലത്തെ ഒന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെ വീഡിയോ എടുക്കണമെന്നൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് അല്ലാതെ വീഡിയോ ആക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി സർപ്രൈസ് പൊട്ടിക്കുക. നമ്മുടെ സ്വന്തം ഷീഷേൻ്റെ വീടാണ്. അപ്പോൾ ഷീഷേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങളിന്ന് പോണത്. പറയാണ്ടാണ് ചെന്നത്. സർപ്രൈസായിട്ട് ചെന്നു എന്നുണ്ടെങ്കിൽ ആൾ ഞങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി കേട്ടോ. പരിപ്പ് വട ഉണ്ടാക്കി, പിന്നെ പഴം വെച്ചിട്ടൊരു സ്നാക്ക്, പിന്നെ നമ്മുടെ ഒണിയൻ റിങ് അങ്ങനെ എന്തോ അല്ലേ അതിനെ പറയുക, അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പഴം മുട്ട വെച്ചിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടി ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിക്കില്ല. ആളിങ്ങനെ എല്ലാം കുട്ടികൾ വന്നതാണ്, ഒന്നും പറയാണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തയൊക്കെ പറഞ്ഞു ഉമ്മ. എന്നാലും അതിൻ്റെ ഇടയിൽ ഇരുന്നുകൊണ്ട് ആൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പഴം വെച്ചിട്ടുള്ള എന്തോ സ്നാക്ക്. എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ആളിങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുക. നമുക്ക് ചാനലിലൂടെ അറിയാലോ ആൾ വെറൈറ്റിയുടെ ആളാണെന്നുള്ളത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് പോയി കാണാം. ഷീഷൈൻസ് എന്നാണ് ചാനലിൻ്റെ പേര്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഫുഡ് ആൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്തോളൂ. സ്നാക്സും അതുപോലെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും പോയി കാണാം. അപ്പോൾ ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്തോളൂ കേട്ടോ. ഇപ്പം എനിക്ക് തോന്നും പാവം തോന്നിയിട്ടാണ് പറഞ്ഞിട്ട് പോകായിരുന്നു എന്ന്. കാരണം ഞങ്ങൾ ചെന്ന ടൈം കൊണ്ട് ഇത് മുഴുവൻ ഉണ്ടാക്കണമെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ലല്ലോ. അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നും കൂട്ടാക്കിയില്ല. മക്കളെ കൊണ്ടുവന്നതാണ്, അപ്പോൾ ഒന്നും പറയാണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എനിക്ക് ചീത്തയും കേട്ടു. അത് വേറെ കാര്യം. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോൻ പറയും ചേച്ചി അതുണ്ടാക്കി വെക്കണം ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ച് പറയും ചെല്ലണേന് മുമ്പ്. ഇത് പക്ഷേ ഞാൻ ആരോടും പറഞ്ഞില്ല, പിള്ളേരോട് പറഞ്ഞില്ല പോണ കാര്യം. ഇല്ലെങ്കിൽ അവർ വിളിച്ച് പറയുകയും അവർ സർപ്രൈസ് പൊട്ടിക്കും. കാരണം അവർ രണ്ടുപേരും അതെ, മോളും അതെ, ആൻറ്റി അങ്ങനെ ഉണ്ടാക്കണം ഇങ്ങനെ ഉണ്ടാക്കണം, അവൾക്ക് മൈലാഞ്ചി വേണം, പിന്നെ നെയിൽക്കോണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ച് പറയും. അപ്പോൾ മോനോടും പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ സർപ്രൈസായിട്ട്, അല്ലെങ്കിൽ സർപ്രൈസ് പൊളിക്കും കുട്ടികളെ. അപ്പോൾ അതേ അടുത്ത ഞാൻ പറഞ്ഞില്ലേ മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്ക്, അത് ആൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഗ്യാപ്പുകളിൽ പോയി വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ഞാൻ പോയി വീഡിയോ എടുത്തിട്ട് വരാം, അപ്പോഴേ നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വേഗം പോയി വീഡിയോ എടുത്തു. ഞാൻ അതിൻ്റെ ഇടയിൽ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഒരുപാട് ചെടികളുണ്ട്, മാഷാ അല്ലാ, ഒരുപാട് ചെടികളുണ്ട്. ആളതൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയും ചെയ്യും. എല്ലാവർക്കും ചെടികൾ ഇഷ്ടമാവും, പക്ഷെ അത് അതേപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകണം ഒരു വളരെ ചുരുക്കം. ഞാനും ഉൾപ്പെടെ എനിക്കും ചെടി ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഞാനത് കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ വെള്ളം ഒഴിക്കുന്നല്ലാണ്ട് അതിന് വളം ഇടുക അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കില്ല. അപ്പോൾ അത് എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് മേശപ്പുറത്ത് കൊണ്ടുവച്ചൊരു വീഡിയോ എടുത്തു. അത് കൂടാണ്ട് കുട്ടികൾക്ക് ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും കട്ടൻ ചായ ഇഷ്ടം. അപ്പോൾ അത് കട്ടൻ ചായയും വെച്ചു. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെടികളുടെ വീഡിയോയിലേക്ക് പോകാമെന്ന്. അപ്പോൾ അത് അവിടെ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ ഷമ്മുവിൻ്റെ ചെടികൾ. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവണമെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ഇനി കുറേ ഉണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഞാൻ ഷീഷേനോട് പറയാം ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് പറയാം. കാരണം അത്ര അധികം ഉണ്ട് ചെടികൾ. ആളതുപോലെ കെയർ ചെയ്യും കേട്ടോ. നല്ല പോലെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ആളിതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓർക്കിഡാണ്. ഇതിൻ്റെ പല പേരുകളും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ചെടികൾ വരെയുണ്ട്. അതുപോലെ ഫ്രൂട്ട്സും അതെ, ആദ്യമായിട്ട് കാണുന്ന ഓരോ ഐറ്റംസൊക്കെ ഉണ്ട്. ആന്തൂറിയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്.
പിന്നെ ഓർക്കിഡ് ഉണ്ട്, ഓർക്കിഡിൻ്റെയൊക്കെ പൂവ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെന്തോ ഒരു ചെടി, എനിക്ക് അതിൻ്റെ പേരറിയില്ല, ഇതിൻ്റെ ഒരു പശയുണ്ട്, അത് നമ്മുടെ മേലായ ക്യാൻസർ വരും എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് കാരണം കുട്ടികളെ ഒന്നും അങ്ങോട്ട് അടുപ്പിച്ചില്ല ആൾ. മീനും ഉണ്ട് അതിൻ്റെ ഇടയിൽ, പക്ഷേ മീനിൻ്റെ അത് മോൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അവൻ അതൊന്നും വൃത്തിയാക്കാൻ ഷമ്മുവിനെ സമ്മതിക്കൂല്ല. എന്നാൽ അവൻ ഇത്തിരി പുറകിലോട്ടാണ് അത് ക്ലീൻ ചെയ്യാനും പിടിക്കാനും ഒക്കെ. ആൾക്കൊരു തോറ്റം തോന്നിയ ആളതൊക്കെ ചെയ്യും. അപ്പോൾ അത് കാരണമാണ് അതങ്ങനെ കിടക്കണേ. അപ്പോൾ ഇത്രയും കെയർ ചെയ്യുന്ന ആൾക്ക് മീനിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കി കൂടെ എന്നുള്ളത് നിങ്ങൾ ചോദിക്കും, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് മോൻ്റെ സെക്ഷനാണ്, അത് അവനാണ് ക്ലീൻ ആക്കണതൊക്കെ. ഇപ്പോൾ കുറച്ച് ദിവസമായും തോന്നുന്നു ആളത് ചെയ്തിട്ട്, എക്സാമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ആൾക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ചെടികൾ നമ്മൾ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആന്തൂറിയം തന്നെ പല ഐറ്റംസ് ഉണ്ട് കണ്ടോ. ഇതൊക്കെ ചട്ടികൾ ഇടയ്ക്ക് ആൾ മാറ്റും, അതിൽ നിന്നൊക്കെ പറിച്ച് നടും. അങ്ങനെ കുറേ ഇതുമ്പോൾ തന്നെയാണ് ഒരു ദിവസം ചിലപ്പോൾ ചെടിയിൽ നിന്നാൽ ഫുൾ ഡേ ആൾ ചെടിയുമ്പോൾ തന്നെ നിൽക്കും. ഉണ്ട് പലതരം പൂക്കളുണ്ട്. ഇതാ കനകാമ്പരം തന്നെ ഒരു വെറൈറ്റി അല്ലേ ഇത്. എൻ്റെ വീടിൻ്റെ എവിടെയൊക്കെയുള്ള കനകാമ്പരം ഇങ്ങനത്തെ പൂവല്ല, ഇതൊരു വെറൈറ്റി ആയിട്ടായിരുന്നു. എന്നോട് കൊമ്പ് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഇപ്പം നല്ല ചൂടല്ലേ, ഇപ്പം ഞാൻ കൊണ്ടുവച്ചാൽ ഞാൻ ശരിക്കും നോക്കിയില്ലെങ്കിൽ അത് പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ വരുമ്പോൾ കൊണ്ടുകൊള്ളാം, മഴയൊക്കെ തുടങ്ങട്ടെ, അപ്പോൾ ഞാൻ വരുമ്പോൾ കൊണ്ടുകൊള്ളാമെന്ന്. അപ്പോൾ മഴയ്ക്കൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അവർക്ക് റെയിൽവേയുടെ ഇത് വരുന്നുണ്ട് അവിടെ, എന്തോ 2 പാത കൂടുതലാക്കുക അങ്ങനെ എന്തോ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ അവരുടെ സ്ഥലം പോവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ പെയിൻറ്റ് ചെയ്യാണ്ടും അതുപോലെ ടൈലൊന്നും ക്ലീൻ ആക്കാണ്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ടൈലൊക്കെ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ കിടക്കണേ, ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചുകൂടെയെന്ന് തോന്നും. പക്ഷേ അതല്ലാതെ അവരുടെ സ്ഥലം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് പൈസ കിട്ടും കേട്ടോ അവർക്ക്, നല്ലൊരു എമൗണ്ട് കിട്ടും. കാരണം റെയിൽവേക്ക് എടുക്കണ കാര്യം നല്ലൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് മാറി വേറെ സ്ഥലം വീട് വയ്ക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ നിന്ന് മാറിപ്പോവാന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ്. കാരണം നല്ല സ്ഥലമാണ്, നല്ല എന്താ പറയുക, നല്ല സ്ഥലമാണ്. ഇത് കണ്ടു, ഇതാളുടെ ഒരു പുതിയ പരീക്ഷണമാണ്. അടീനിയാണ്. അതൊക്കെ ആൾ തല മുറിച്ച് നട്ട് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല തോന്നുന്നു, അത് മുറിച്ച് വെച്ചേക്കണത്. അപ്പോൾ ആൾ പറഞ്ഞു ഇപ്പോൾ അത് നമുക്ക് മുളച്ച് വരുമോ എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ പിടിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ അടിയിലേക്ക് ആ ഒരു കിഴങ്ങ് പോലെ നിൽക്കുന്ന ഭാഗം ഉണ്ടാവില്ല, അങ്ങനെ എന്തോ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ആളുടെ പരീക്ഷണങ്ങളാണ് ഓരോന്ന്. ഇതാ ചാമ്പ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ചാമ്പക്കായ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അത് കൊണ്ടുപോകുന്നതിന്. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഐറ്റംസ് അങ്ങോട്ട് കൊണ്ടുപോയാലും കൂടുതൽ ഐറ്റംസ് വീട്ടിലേക്ക് കൊണ്ടുപോന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അപ്പോൾ ചാമ്പയമ്മ പൂ മാത്രമേ ഉള്ളൂ, കായ ഉണ്ടായിരുന്നില്ല. അതും പറിച്ചെടുത്തേനായിരുന്നു. അപ്പോൾ അതേ കുറേ ബൊഗൈൻ വില്ല ഉണ്ട്, അതുപോലെ തന്നെ പല കളറ് ബൊഗൈൻ വില്ല ഉണ്ട്. ബൊഗൈൻ വില്ലയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഒരുപാട് ചെടികൾ കൊണ്ടു. പക്ഷെ അന്നൊന്നും വീഡിയോ എടുത്തില്ല. അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അത് തന്നെ അതിന് വീഡിയോ എടുത്തില്ല. ഇവിടെ കൊണ്ടുവച്ചിട്ട് ചട്ടിയിൽ ഇരുന്നപ്പോൾ ഒക്കെ പൂവിട്ടതാണ്. പക്ഷെ അത് ചട്ടിയിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞ് ചേട്ടനെടുത്തത് മണ്ണിൽ നട്ടു. അതിന് ശേഷം അതിങ്ങനെ വലുതായി പൂവല്ലാണ്ട് പൂവിടുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കട്ട് ചെയ്ത് ചട്ടിയിൽ തന്നെ വെച്ചെങ്കിലേ പൂവിടുള്ളൂ. അതൊക്കെ കൊണ്ട് കുറേ ചെടികൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിൽ കുറച്ച് പിടിച്ചു, കുറച്ച് ഈ പറഞ്ഞ പോലെ എൻ്റെ കെയറിങ് കൊണ്ടായിരിക്കണം പോയി. ബൊഗൈൻ വില്ല അതേപോലെ അടീനിയ അതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വേണം കൊണ്ടുവരാൻ. ഈ പ്രാവശ്യം ഞങ്ങൾ അത് കാരണം ചെടി പറിക്കാൻ നിൽക്കാഞ്ഞ കാരണം ഞങ്ങൾക്ക് കുറേ ടൈം വർത്താനം പറയാൻ കിട്ടി. അപ്പോൾ അതേപോലെ ഞാൻ കൊണ്ടുവന്ന ഐറ്റംസിന് ഞാൻ കുറേശ്ശെ കാണിച്ചു തരാം. ഇത് ആ മുരിങ്ങയാണ്, അത് പൂട്ടിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമേ ഉണ്ടായി വരുന്നുള്ളൂ. പക്ഷെ മൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് ഞാൻ പൊട്ടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ മുകളിൽ നിന്ന് എടുത്ത വ്യൂ ആണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല വ്യൂ ആണ്. അവിടെ നല്ല എന്താ പറയുക, ഒരു സൈലൻസ് ആണ്. ആകെ ട്രെയിൻ പോണ ഒരു സൗണ്ട് മാത്രമേ ഞാൻ അവിടെ ചെന്നിട്ട് കേട്ടിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര ഇങ്ങനെ കിളികളുടെ സൗണ്ട്, ഇങ്ങനെ നിറച്ച് മരങ്ങളൊക്കെ ഉള്ള കാരണമാണ് തോന്നുന്നു, കിളികളുടെ സൗണ്ടും നല്ല എന്താ പറയുക, നല്ല അന്തരീക്ഷമാണ്. അവിടുന്ന് പോവാന്ന് പറയണ കേൾക്കുമ്പോൾ ഒരു വിഷമം, കാരണം അത്രയും നല്ല സ്ഥലമാണ്. ഇതിതാ സപ്പോട്ടയാണ്, അതും ഉണ്ടായിട്ടുണ്ട്. സപ്പോട്ട പിന്നെ എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമില്ല, അത് കാരണം ഞാൻ അത് പൊട്ടിച്ചില്ല. അപ്പോൾ ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുപോയാലും കൂടുതൽ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ സപ്പോർട്ടൊക്കെ നിൽക്കണം. നല്ല തണലും നല്ല രസമാണ്. നമുക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടില്ല സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ വിചാരിക്കും റെയിൽവേ അടുത്തല്ലേ, റെയിൽവേ സ്റ്റേഷൻ ട്രാക്ക് അടുത്തല്ലേ എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല സ്ഥലമാണ്. അതൊക്കെ അവരുടെ ബാക്കിലേക്കുള്ള സ്ഥലങ്ങളാണ്. പ്ലാവുണ്ട്, പ്ലാവുമെന്ന് ഉമ്മ എനിക്ക് ഇടിയൻ ചക്ക പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇടിയൻ ചക്ക ഇതുവരെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷമ്മുവിന് വരെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടായില്ല. ഷമ്മു അടുത്ത് ആയിഷത്താത്തയുടെ വീട്ടിൽ നിന്നാണ് തോരൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ല അത് വെച്ചിരുന്നത്. പൊട്ടിക്കാൻ സമ്മതിക്കില്ല ഉമ്മ, അത് ഫുള്ള് അങ്ങനെ നിർത്തും, എന്നിട്ട് പഴുക്കാൻ വെക്കും കേട്ടോ. ആളൊന്നും പൊട്ടിക്കാൻ സമ്മതിക്കില്ല, ചെറുത് പൊട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഉമ്മ പൊട്ടിച്ച് തന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കണം വിചാരിച്ചു ഉമ്മ തന്നത്, നല്ല ഇടിയൻ ചക്ക. ഞങ്ങളത് വന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങളത് കൂട്ടാൻ വെക്കുകയും ചെയ്തു, ഉപ്പേരി വെക്കുകയും ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കാം. ഇത് ബുഷ് ഓറഞ്ചാണ്. ഇത് വെള്ളം കലക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പുളിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനത് പൊട്ടിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അതും പൊട്ടിച്ചേനായിരുന്നു.
പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചെടികളുടെ വീഡിയോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇതുപോലെ സംസാരിക്കാൻ ടൈം കിട്ടിയിരുന്നുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം കുറേ ടൈം കിട്ടി. പക്ഷേ ഉമ്മയ്ക്ക് വിഷമമായി, അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ. അപ്പോൾ അവർ ഭയങ്കര കൂട്ടാണ്, ഞങ്ങളേലും കൂട്ടാണ് അവർ. അപ്പോൾ അത് കാരണം അമ്മയില്ലാത്ത തന്നെ ഉമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ചെല്ലുമെന്ന് പറയാഞ്ഞതിൻ്റെ മെയിൻ കാരണം അതാണ്. ഞാൻ അമ്മയില്ലാണ്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഉമ്മ ചീത്ത പറയും, സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറയാഞ്ഞതും. പിന്നെ ഒരു സർപ്രൈസ് കൊടുക്കാമല്ലോ അങ്ങനെയും വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയാണ്ട് ചെന്നത് കേട്ടോ. അപ്പോൾ സർപ്രൈസ് ചെയ്യാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ ഡെയിലി എത്ര തവണ വിളിക്കുന്നു ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അത്രയും ടൈം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങോട്ട് പോയാലും അല്ലെങ്കിൽ ഷമ്മു എങ്ങോട്ട് പോയാലും ഞങ്ങളറിയും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം അത്രയും നാൾ ഞങ്ങൾ കോൾ ചെയ്ത് സംസാരിക്കും. അപ്പോൾ അത് മറച്ചു വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഗുരുവായൂർ പോയിട്ട് ഇവിടെ വന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല, അപ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നില്ല, അടുത്ത പ്രാവശ്യം വരാം, ഇപ്പോൾ സമയമില്ല, ചേട്ടന് വേറൊരു സ്ഥലത്തേക്ക് പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിച്ച് നിന്നു. എന്നാലും വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ മോൾക്ക് ഇവിടെ മൈലാഞ്ചി ഉണ്ടാക്കി വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊന്ന് ആ സർപ്രൈസ് പൊളിക്കാണ്ട് നോക്കിയത്. ഞാൻ എന്തായാലും ഷമ്മുവിനോട് പറയുന്നുണ്ട് ചാനലിലൊരു ഗാർഡൻ ടൂർ ഇടാനായിട്ട്. അപ്പോൾ ഷമ്മു കാണിച്ചു തരും ഇതിൽ എന്തൊക്കെ വിഭവങ്ങളാണുള്ളതെന്നും ഒക്കെ ആൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് പേരും ചെടിയുടെയും അതുപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പേരൊക്കെ പറഞ്ഞ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളാളുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, എങ്ങനെ ചെയ്യാൻ പറഞ്ഞെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് പോയി ആ ചാനൽ കണ്ട് അതിലൊന്ന് കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ആൾ നല്ല കൃത്യമായിട്ട് എല്ലാത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് തരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുപോയാലും കൂടുതൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത് ചക്ക, ഇടിയൻ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്ക മാത്രമല്ല ഇരുമ്പമ്പുളി പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇരുമ്പമ്പുളി ഞങ്ങളിവിടെ ഇരുമ്പമ്പുളി എന്ന് പറയാം, പക്ഷെ അവർ പറയും ഇരുമ്പാമ്പുളി എന്നാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഇരുമ്പമ്പുളിയുടെ കാര്യം പറഞ്ഞാൽ അതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. അവർ ഇരുമ്പാമ്പുളി എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കും. ഇവിടേക്ക് ഇരുമ്പമ്പുളി എന്നാണ് പറയുക. അപ്പോൾ ഇരുമ്പമ്പുളി വീട്ടിൽ പൂവായി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും എനിക്കത് പൊട്ടിച്ച് തന്നു. ഇരുമ്പമ്പുളി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ കോവക്കായ അവിടെ ഉണ്ട്, പക്ഷേ എന്നാലും നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതുപോലെ തന്നെ ഷമ്മു എനിക്ക് ഇരുമ്പമ്പുളിയൊക്കെ പൊട്ടിച്ച് തന്നു, മൈലാഞ്ചി തന്നിട്ടുണ്ടായിരുന്നു. നെയിൽ കോൺ വാങ്ങിച്ച് വെച്ചിട്ട് ഷമ്മു കുറേ നാളായിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ദിവസം ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് വിളിച്ചിട്ട് വേണം ആൻറ്റിയുടെ പോലെ. അപ്പോൾ അവൾ നെയിൽ പോളിഷ് ഇടും നന്നായിട്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്നോട് പറഞ്ഞു ഇത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അവൾ നെയിൽ പോളിഷ് ഇടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ചെല്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ ടൈം കിട്ടാണ്ടായി. ഇപ്പോൾ അത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അന്ന്. പിന്നെ കുറച്ച് നാൾ പോകാൻ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾ ചെല്ലണേരം നല്ല ദിവസം എന്തോ ആൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ആൾ പറയുന്നു മനപ്പൊരുത്തം കണ്ടോ, നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൾക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതും തന്നു വിട്ടു. പിന്നെ നെയിൽക്കോണും തന്നു വിട്ടു. ഇതേ മാങ്ങയൊക്കെ ആയി വരണുള്ളൂ കേട്ടോ, കണ്ണി മാങ്ങയൊക്കെ ആയിട്ടുള്ളൂ, അധികം മാങ്ങയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഞങ്ങളിങ്ങനെ മുകളിൽ കയറി നിന്ന് കുറേ വീഡിയോസ് എടുത്തു. ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ മുരിങ്ങക്കായ, ഇരുമ്പമ്പുളിയും അതുപോലെ തന്നെ ചക്കയൊക്കെ കൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ പോയാലും കൂടുതൽ ഡിക്കി നിറച്ച സാധനങ്ങളായിട്ടാണ് തിരിച്ചിങ്ങോട്ട് പോകുന്നത്. പിന്നെ പോരാറായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. പെട്ടെന്ന് ഞങ്ങൾ പോന്നു. അധികം യാത്ര പറയാനൊന്നും നിന്നില്ല, കാരണം എല്ലാവർക്കും സങ്കടമായി. ഉമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അതങ്ങനെയാണ് പോരുമ്പോൾ ഭയങ്കര വിഷമം. കഴിഞ്ഞ പ്രാവശ്യം ചെന്നിട്ടും അതെ ഭയങ്കര വിഷമമായിരുന്നു. വണ്ടിയിലിരുന്നിട്ട് അമ്മ അതെ എന്തൊക്കെയോ നെഞ്ചിൻ്റെ ഉള്ളിൽ കിടന്നൊരു വിഷമം പോലെ. ഞാൻ എന്നിട്ട് ഷമ്മുവിനോട് പറയും നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ട് പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്താവുന്നത് നമുക്കൊരു ഫീലിംഗ് ഇല്ല, അതേപോലെയാണ് ഷമ്മുവിനെ കണ്ട് തിരിച്ച് പോരുമ്പോൾ. ഇപ്രാവശ്യം അതെ വന്നു കഴിഞ്ഞിട്ട് എനിക്കത് വണ്ടിയിൽ ഭയങ്കര സുഖം ഉണ്ടാവാനായിട്ട്. ഷമ്മു അതെ ഭയങ്കര വിഷമം. മണി പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മണി പ്ലാന്റ് കൊണ്ടുവന്നില്ല, അത് ഉള്ളിൽ വെക്കണതും പുറത്ത് വെക്കണതും ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് വെക്കുന്നത് ഞാൻ നട്ടു, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഉള്ളിൽ വെക്കുന്നത് ഞാൻ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ കുറച്ച് കപ്പിൽ വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ അത് സെറ്റാക്കി വെക്കണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി വരുന്ന വഴിയിൽ ഞങ്ങൾക്ക് നല്ല അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെറുതായിട്ട് എടുത്തോളൂ. കാരണം ഞാൻ വിഷമിച്ചിരിക്കുന്നു. പെട്ടെന്ന് പോകുന്ന പോലെ ചെറിയൊരു വീഡിയോ വരുമ്പോൾ രാവിലെ വരണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇനി രാവിലെ പോയി ഞങ്ങൾ ചെറിയൊരു ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് നടക്കട്ടെ. അപ്പോൾ അതേ ഇത് ഞങ്ങൾ മണി പ്ലാന്റ് കൊണ്ട് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ തന്നെ ഞാൻ കപ്പിലാക്കിയിട്ട് ടേബിളുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ സെറ്റാക്കണം.
അപ്പോൾ ഇതാണ് മൈലാഞ്ചി തന്നു വിട്ടത്. ഇത് ഉണ്ടാക്കിയ മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കുറച്ചെടുത്ത് മോൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാനിട്ടു. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇടുന്നത്. കാരണം ഇങ്ങനൊരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ കയ്യുമ്മയൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു മൈലാഞ്ചി ഇടുന്നത്. പക്ഷേ ഇനി ഞാൻ നല്ല മടിച്ച് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല മടി തന്നെയാണ്. അപ്പോൾ അത് കാരണം ഞാനങ്ങനെ ഉണ്ടാക്കുകയൊന്നുമില്ല. അപ്പോൾ സ്റ്റമ്പ് തന്നപ്പോൾ ഞാൻ വേഗം മോൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ ഇട്ടു കഴിഞ്ഞ് രാവിലെ വീണ്ടും ഇട്ടു. അപ്പോൾ നല്ലോണം ചുമന്നു. മൈലാഞ്ചി ഓൾറെഡി എൻ്റെ കൈമ ഉണ്ടായിരുന്നു. പിന്നെ നെയിൽ പോളിഷും കുറച്ച് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. റിമൂവർ ഇല്ലാത്ത കാരണം എനിക്കത് കളയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ചെറിയതായിട്ട് മൈലാഞ്ചിയുടെ കളർ പിടിക്കാണ്ടുണ്ട്. എങ്കിലും നല്ലോണം ചുമന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയായ കാരണം എനിക്ക് ഈർക്കിലൊന്നും നോക്കി പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വേഗം ബഡ്സ് എടുത്തിട്ട് അതിൻ്റെ ആ പഞ്ഞി കളഞ്ഞ് അതുകൊണ്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ മേക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരും. അപ്പോൾ ഇങ്ങനെയുള്ള വ്ളോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറയാം. അപ്പോൾ മേക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.